ഇവരുടെ ഒരു പാട്ട്, അതിനുശേഷം ചേച്ചിയുടെ പാട്ട്. റെഡിയല്ലേ ചേച്ചി? ഓക്കെ. ഡ്യൂറ്റ് ഒറ്റയ്ക്ക് പാടരുത്, രണ്ടുപേരും. നിങ്ങൾ എഴുന്നേറ്റിക്കാവോ? ഓക്കെ. മൊഴികളും മൗനങ്ങളും മിഴികളും വാചാലമായ തിരകളും തീരവും ഹൃദയവും വാചാലമായ തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു. ഇളം തെന്നലേ മഞ്ഞു പൂക്കളെ കുളിരോളമേ നിറവാനമേ ഇതു മുൻപ് നാം പ്രണയാദ്രമായി പറയാൻ മറന്ന കഥയോ. ഡ്യൂറ്റ് സിംഗേഴ്സിൽ നമ്മൾ നേരെ നമ്മുടെ ചേച്ചിയിലേക്ക് പോവാണ്. ചേച്ചി റെഡിയല്ലേ? എഴുന്നേറ്റുന്നാലോ? ചേട്ടൻ റെഡിയല്ലേ? രാജീവേട്ടൻ റെഡിയാണ്, ചേച്ചി റെഡിയാണ്. രാജീവേട്ടനെ ക്യാമറ ഒന്ന് കാണിക്കണം. രാജീവേട്ടനെ ഒന്ന് പ്രസാദാണ് ഈടെയായിട്ട് തടിച്ചു വരുവാണ്. ഹായ്. ഹായ്. അപ്പോ രാജീവേട്ടനും ചേച്ചിയും കൂടി അടുത്ത ഗാനം. വീണ്ടാമത് അല്ല, ഞാന് നമുക്ക് എപ്പോഴും ഈ ഒരു നമ്മുടെ ഒരു സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം അല്ലല്ലോ ഈ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. എനിക്കത് കിട്ടിയത് മോളിലൂടെ വീണ്ടും കിട്ടി. പക്ഷെ എനിക്കിപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് അല്ല, അതെ, പെട്ടെന്ന് പാടിക്കോ. ചേച്ചിയുടെ പാട്ടോടെ നമ്മൾ ഇതാ പുത്തരിക്കണ്ടത്തേക്ക് എത്തുകയാണ്. എത്ര കാലമായി ഞാൻ ഈ വഴിക്കൊക്കെ പോയിട്ട്. ഭയങ്കര പാട്ട്. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമേഴും കയ്പും പൊളിപ്പും മധുരവും നുകരുവാൻ എപ്പോഴും മോഹം. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ചേച്ചിയുടെ പാട്ടോട് കൂടി ഈ തിരുമുറ്റത്തെത്താന്ന് പറഞ്ഞപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഒരു സ്ഥലം ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അതുപോലെ തന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പപ്പനാവന്റെ മണ്ണിലേക്ക് നമ്മൾ എത്തിയല്ലേ?